ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധിയും ഗൗതമും വഴക്കിട്ട ശേഷം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്. അങ്ങനെ ഗൗതം കാറിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്താവും നിധിയുടെ അമ്മാവൻ അങ്ങ് ഫോൺ ചെയ്യാണ്. എന്നിട്ട് നിധി അങ്ങ് ചോദിക്കാൻ കേട്ടോ, നിധിയോട് എനിക്ക് പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്, മോനൊന്ന് നിധിക്ക് ഫോൺ കൊടുക്ക്, നിധിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയണ്. അപ്പോൾ ഗൗതം ഒന്നങ്ങ് പരിഭ്രമിക്കുകയാണ്. ഇനിയിപ്പോൾ അമ്മാവൻ നിധി എന്നോട് പിണങ്ങി പോയിരിക്കുകയാണെന്ന് പറഞ്ഞ അമ്മാവനും അത് വിഷമാവും, പിന്നെ എൻ്റെ അമ്മ പാറുവും അത് അറിയും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇക്കാര്യം സോൾവ് ചെയ്തേ പറ്റൂ എന്നങ്ങ് ഗൗതം തീരുമാനിക്കുകയാണ്. എന്നിട്ട് അമ്മാവനോട് പറയാണ്, ഞാനൊരു സാധനം വാങ്ങാൻ വേണ്ടി ഇപ്പോൾ കടയിലാണ്, അതുകൊണ്ട് ഞാൻ കാറിൽ ചെന്ന ശേഷം നിധിയെ കൊണ്ട് ഫോൺ അങ്ങോട്ട് വിളിപ്പിച്ചോളാം, ഇപ്പോൾ അമ്മാവൻ ഫോൺ കട്ട് ചെയ്തേക്ക് എന്ന് പറയണ്. അങ്ങനെ നിധിയെ അങ്ങോട്ട് വിളിപ്പിക്കണമെന്ന് അമ്മാവൻ ഉറപ്പ് ചോദിക്കാനായിട്ട് എന്തായാലും വിളിപ്പിച്ചോളാം എന്നും പറഞ്ഞിട്ട് ഗൗതം ഫോൺ വെച്ച ശേഷം നിധി പോകുമ്പോഴത്തേക്കും അവിടേക്ക് നിധിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ്. എന്നിട്ട് നിധിയാണെങ്കിലോ ദേഷ്യത്തിൽ എന്തിനാണാവോ ഈ ശ്രീലമ്പടൻ എന്നെ വിളിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ദേഷ്യത്തിൽ നടന്നു പോവാണ്. എന്നിട്ട് ഗൗതം നിധിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണ, നിധി എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇങ്ങനെ ഒന്നും നിന്നോട് സംസാരിക്കാൻ പാടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നീ ഇപ്പോൾ തനിച്ചു പോവണ്ട, നീ എൻ്റെ കാറിൽ തന്നെ പോരണം, അത് ശരിയാവും, അതുകൊണ്ട് ഞാൻ ചെയ്തതിനൊക്കെ നിന്നോട് സോറി പറയുന്നു എന്നൊക്കെ പറയട്ടോ. അപ്പോൾ നിധി പറയാണ്, ഞാനും അതിന് സാറിനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതുകൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നും മോശമായിട്ട് സാറിനോട് ഒരുപാട് കാര്യം പറഞ്ഞു, അതുകൊണ്ട് എന്നോട് സാറൊന്ന് ക്ഷമിച്ചേക്ക് എന്ന് പറയണം. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചില്ലേ എന്ന് ഗൗതം പറയണേ. എന്ന ഒരു കാര്യം ചെയ്യേ, നീ ഇപ്പോൾ നിൻ്റെ അമ്മാവനെ ഒന്ന് വിളിക്ക്, ഞാനിപ്പോൾ വിളിച്ചു തരാം, അതെന്തിനാ അമ്മാവൻ നിൻ്റെ ഫോണിലേക്ക് അമ്മാവൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നിന്നോട് എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് അമ്മാവൻ പറഞ്ഞത് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ഗൗതം അമ്മാവൻ്റെ ഫോണിലേക്ക് വിളിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അമ്മാവൻ നിധിയോട് പറയണ, മോളെ നിധി, നീ ഒരു കാര്യം കൂടി ചെയ്യണം, നീ ഗൗതമിനെയും കൂട്ടിയിട്ട് നീ ഒരു വലിയ ഒരു ഷോപ്പിൽ ചെന്ന ശേഷം നീ ഗൗതമിന് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. അതെന്തിനാ അമ്മാവ ഇപ്പം തന്നെ എടുക്കുന്നത്, അത് പിന്നെ എടുത്താൽ പോരെ, അത് പറ്റില്ല, ഇന്ന് നല്ല ദിവസമല്ലേ, ഇന്ന് ശിവാനിക്കുള്ള ആഭരണങ്ങളും ഡ്രസ്സുകളും എല്ലാം തന്നെ എടുക്കൽ കഴിഞ്ഞു, ഇനി നമ്മളുടെ ഭാഗത്ത് നിന്ന് വഴുകിക്കണ്ട, അതുകൊണ്ട് മോളെ നിധി, നീ എങ്ങനെയെങ്കിലും ഗൗതമിനെയും കൂട്ടി ഒരു ഷോപ്പിൽ കയറി നീ ഗൗതമിൻ്റെ ഡ്രസ്സ് എടുത്ത് കൊടുക്കണം എന്നൊക്കെ പറയണം. അങ്ങനെ അമ്മാവൻ നിർബന്ധിക്കുന്നത് കണ്ട് തന്നെ ഗൗതമിന് ഡ്രസ്സ് എടുക്കാൻ നിധി അങ്ങ് സമ്മതിക്കാണ്. എങ്ങനെ ഗൗതമിൻ്റെ കാറിൽ കയറിയിട്ട് നിധിയും ഗൗതമും നേരെ ഒരു ഷോപ്പിലേക്ക് അങ്ങ് പോവുകയാണ്. ഈ സമയത്ത് ശിവാനി സ്വർണ്ണങ്ങളൊക്കെ ഇട്ട ശേഷം നേരെ അമലിനെ ഫോൺ ചെയ്യാൻ കേട്ടോ, വീഡിയോ കോൾ ചെയ്യാണ്. എന്നിട്ട് അമലിനോട് സ്വർണ്ണമൊക്കെ ഇട്ടത് കാണിച്ചു കൊടുത്തിട്ട്, ഇപ്പോൾ എങ്ങനെയുണ്ട് അമൽ എന്നെ കാണാനേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിന്നെ കണ്ട ഇപ്പോൾ ഒരു രാജകുമാരിയെ പോലെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അമലും അങ്ങ് പുകഴ്ത്താണ് കേട്ടോ. അപ്പോൾ നീ പറഞ്ഞ പ്രകാരം തന്നെ, പ്ലാൻ ചെയ്ത പ്രകാരം തന്നെ 6-ാം തീയതി നമുക്ക് ഈ സ്വർണ്ണങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ നിൻ്റെ കൂടെ എയർപോർട്ടിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അമൽ ശിവാനിയോട് പറയണം, അത് നീ പറഞ്ഞത് ശരി തന്നെയാണ്, നീ ഇപ്പോൾ ഈ സ്വർണ്ണങ്ങളൊക്കെ ഇട്ടുകൊണ്ട് തന്നെയാണ് ഹിന്ദി പടക്കാരൻ്റെ ആ ഡയറക്ടറിൻ്റെ അടുത്തേക്ക് വരുന്നതെങ്കിൽ എന്തായാലും നിന്നെ അയാൾ കണ്ട ഉറപ്പായിട്ടും നീ ഹീറോയിൻ തന്നെ ആയിരിക്കും. അയാൾ ഒരുപാട് ഹീറോയിന്മാരെ കണ്ടിട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവരെല്ലാം മറന്ന് നിന്നെ തന്നെയാവും ഹീറോയിനായിട്ട് എടുക്കുന്നതും, നിനക്ക് ഇനി നല്ല കാലങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ശിവാനി അങ്ങ് അമൽ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം തന്നെ വിശ്വസിക്കുകയാണ് ശിവാനി. അങ്ങനെ ഇവർ സംസാരിക്കുമ്പോഴാവും അവിടേക്ക് നിധിയുടെ അമ്മ ചന്ദ്രി അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് ശിവാനി, നീ ആരുമായിട്ടാണ് ഫോണിൽ സംസാരിക്കുന്നത്, ഈ സ്വർണ്ണങ്ങളൊക്കെ നീ ആരെയാണ് കാണിക്കുന്നത്, ആർക്കും ഇത് കാണിച്ചു കൊടുക്കാം ഇപ്പോൾ പാടില്ല, നിനക്ക് ഇത് ഗൗതമിൻ്റെ വീട്ടിലുള്ളവർ തന്നതാണ്, അതുകൊണ്ട് ഇത് അന്നേ ദിവസം മാത്രമാണ് ഈ ആഭരണം എല്ലാവരും കാണാൻ പാടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ്, നിങ്ങൾ ആരാണ് അതിന് ഇതൊക്കെ ചോദിക്കാൻ, എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കും, നിങ്ങൾ വെറുതെ എന്നെ ഭരിക്കാൻ വേണ്ടി വരണ്ട എന്നൊക്കെ ശിവാനി ചന്ദ്രയോട് ചൂടാകുന്ന സമയത്ത് ചന്ദ്രി പറയുന്നുണ്ട്, മോളെ നീ എൻ്റെ ഏട്ടൻ്റെ മോളാണ്, അതുകൊണ്ട് തന്നെ നിൻ്റെ വിവാഹം മംഗളകരമായി നടക്കണമെന്നാണ് ഇതുവരെയും ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് മോള് ഇപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം തെറ്റാണ്, മോള് ഈ സ്വർണ്ണങ്ങളൊക്കെ അഴിച്ചു വെച്ചേക്ക്, ഞാനിവിടെ എടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് പോവുകയാണ്, മോളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച ശേഷം ചന്ദ്ര പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ ചന്ദ്രയുടെ ആ ഉപദേശം ഒന്നും തന്നെ ശിവാനിക്ക് അങ്ങ് പിടിക്കില്ല കേട്ടോ. ശിവാനി അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് തന്നെയാണ് ചന്ദ്രയോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും. പിന്നീട് ഗൗതമും നിധിയും കൂടിയിട്ട് ഒരു ഷോപ്പിലെത്താണ്. എന്നിട്ട് ഗൗതമിനുള്ള നല്ല ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ വേണ്ടി അമ്മാവൻ പറഞ്ഞ പ്രകാരം ഡ്രസ്സ് കടയിലേക്ക് നിധിയും ഗൗതമും കൂടി അങ്ങ് കയറി പോവാണ്. അപ്പോൾ അവിടുത്തെ സെയിൽസ് ഗേൾ ചോദിക്കുന്നുണ്ട്, എന്താ വേണ്ടത് നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോൾ, ഈ നിൽക്കുന്ന സാറിന് ഒരു കോട്ടും സൂട്ടും വേണമെന്ന് പറയട്ടോ. അപ്പോൾ ഇത് മുകളിലത്തെ നിലയിലാണ്, വരൂ മാഡം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരെയും കൂട്ടിയിട്ട് മുകളിലേക്ക് അങ്ങ് കയറി പോവാണ്. അങ്ങനെ അവർ പോകുന്ന സമയത്ത് സ്റ്റെപ്പ് കയറിയ ശേഷം കുറച്ച്
കഴിഞ്ഞപ്പോഴത്തേനും നിധി അങ്ങ് കാല് വഴുക്കിയിട്ട് അങ്ങ് വീഴാൻ പോവാൻ കേട്ടോ. വീഴാൻ പോകുന്നതോട് കൂടിയിട്ട് നിധി അങ്ങ് ഗൗതം അങ്ങ് പിടിക്കുകയാണ്. അങ്ങനെ പിടിക്കുമ്പോൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിസരം മറന്ന് കണ്ണോട് കണ്ണ് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ നിധി അങ്ങ് മാറുകയാണ് കേട്ടോ. വഴുതി മാറിയിട്ട് എന്തിനാ സാറേ നിങ്ങൾ എന്നെ പിടിച്ചത് എന്നങ്ങ് ചോദിക്കുകയാണ്. അത് പിന്നെ നിധി നീ വീഴാൻ പോയതല്ലേ, അപ്പോഴല്ലേ ഞാൻ പിടിച്ചത്. അതിന് എന്നെ പിടിക്കേണ്ട ആവശ്യം എന്താ? ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ ഇവിടേക്ക് വന്നതേ അമ്മാവൻ വിളിച്ച് നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പിണങ്ങിയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിന്നതല്ലേ എന്നങ്ങ് ചോദിക്കട്ടോ. അതിന് ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ നിധി, നീ വീഴാൻ പോയപ്പോൾ ഞാൻ നിന്നെ പിടിക്കാൻ പോയതല്ലേ, അതിനിത്ര തെറ്റാണോ എന്ന് ചോദിക്കും. ആ പിടിക്ക് നിങ്ങളിങ്ങനെ എല്ലാവരെയും പിടിച്ചത് കൊണ്ടല്ലേ നിങ്ങളുടെ കമ്പനിയിലെ ആ സ്റ്റാഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോസ് അയച്ചു തന്നത്. അയ്യോ നിധി നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാൻ ഇതിൽ നിരപരാധിയാണ്. എനിക്ക് പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊന്നും ധരിക്കുന്നത് തന്നെ ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ നിധി പറയണം, അപ്പോൾ വേറെ ഏതെങ്കിലും ഡ്രസ്സ് ഇട്ട് ധരിച്ചാൽ അത് ഇഷ്ടമാവുമോ? എന്താ നീ എന്നെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്? ഞാൻ എന്ത് പറഞ്ഞാലും നീ അതിനൊക്കെ ഓരോ കുറ്റങ്ങളാണല്ലോ നിധി കാണുന്നത് എന്നൊക്കെ ഗൗതം നിധിയോട് അങ്ങ് ചോദിക്കുകയാണ്. അവൾ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് മാത്രമാണ്. അവൾ എന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഓരോരോ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടുകയാണ്. അല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് യാതൊരുവിധ ഇൻട്രസ്റ്റുമില്ല. എന്തൊക്കെ ഞാനൊരു ജെന്റിൽമാൻ തന്നെയാണ് എന്ന് പറയട്ടെ. ആ ജെന്റിൽമാൻ തന്നെയാണ്, ആ നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. പക്ഷേ ഞാൻ എൻ്റെ ഭാഗത്തുള്ള സത്യമാണ് പറഞ്ഞത്. ആ ഓക്കെ സാറേ, എന്നാ സാർ അങ്ങ് നടന്നേക്ക്, ഞാൻ ഡ്രസ്സും ഒക്കെ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് സാറിന് പറ്റിയ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി അമ്മാവൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ഞാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പോവാണ്. എന്നിട്ട് നിധി അവിടെയുള്ള സ്റ്റാഫിനോട് പറയാണ്, ഇയാളുടെ കല്യാണമാണ്, അതുകൊണ്ട് ഇയാൾക്ക് പറ്റിയ ഒരു കോട്ടും സൂട്ടും വേണം, അതൊന്ന് സെലക്ട് ചെയ്യേ എന്ന് പറയട്ടോ. സ്റ്റാഫ് ഗൗതമിൻ്റെ മുഖത്ത് നോക്കി ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വിഷ് ചെയ്യാണ്. അപ്പോൾ നിധി പറയാണ്, നിങ്ങളുടെ വിഷിങ്ങിന് വേണ്ടിയിട്ടല്ല ഇവിടേക്ക് വന്നത്, നിങ്ങൾ ആദ്യം ഇവർക്ക് വേണ്ട ഡ്രസ്സ് എടുത്ത് കാണിച്ചതായോ, അതല്ലേ ആദ്യം ചെയ്യേണ്ടത് എന്ന് നിധി പറയുമ്പോൾ ആ സ്റ്റാഫ് വീണ്ടും ഗൗതമിനോട് പറയാണ്, നിങ്ങളൊരു ലക്കി മാൻ തന്നെയാണ്. ഈ നിൽക്കുന്ന നിങ്ങളുടെ വധുവിനെ കാണാൻ ഒരു സിനിമ നടിയെ പോലെ ഉണ്ട് എന്നങ്ങ് പറയുമ്പോൾ നിധിയും ഗൗതമും ആകുന്ന അന്തം വിട്ട് നോക്കുകയാണ്. അപ്പോൾ നിധി ആ സ്റ്റാഫിനോട് ചൂടായിട്ട് പറയണേ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ജോലി ചെയ്യാൻ നോക്ക് എന്നങ്ങ് പറഞ്ഞിട്ട് ചൂടാവുക കേട്ടോ. അപ്പോൾ നിധി ഗൗതമിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ അങ്ങ് സെലക്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് നിധി ഗൗതമിനോടും ചൂടായി സംസാരിക്കുകയാണ്. അപ്പോൾ ഗൗതം നിധിയോട് പറയുന്നുണ്ട്, ഇത് നിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് എടുത്തു തരുന്ന ഡ്രസ്സാണ്, അതുകൊണ്ട് നീ തന്നെ സെലക്ട് ചെയ്താൽ മതി, അല്ലാതെ ഞാനല്ല ഇത് സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാന്ന് വെച്ചാൽ അത് എനിക്ക് എടുത്ത് തന്നാൽ മതി എന്ന് പറയണം. അങ്ങനെ നിധി ഗൗതമിനുള്ള കോട്ടും സൂട്ടൊക്കെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ഭംഗിയുള്ളൊരു കോട്ട് കാണുകയാണ്. അങ്ങനെ ഇത് സാറിന് നന്നായിട്ട് തന്നെ ചേരുമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നിധി ആ ഒരു ഡ്രസ്സിൻ്റെ വില, അങ്ങനെ ആ ഡ്രസ്സിൻ്റെ വില 50,000 രൂപയാണെന്ന് കാണുമ്പോൾ നിധി ആകെ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ. എന്നിട്ട് നിധി പറയുന്നു, ഈ ഡ്രസ്സ് സാറിന് ഒട്ടും തന്നെ കൊള്ളില്ല, ഇത് കാണാൻ ഒരു ഭംഗിയുമില്ല എന്നങ്ങ് പറഞ്ഞിട്ട് ആ ഡ്രസ്സ് അവിടേക്ക് തന്നെ തിരിച്ചു വെക്കാൻ കേട്ടോ. അപ്പോൾ ഗൗതമിന് മനസ്സിലാവാണ് അത് ഒരുപാട് വില കൂടിയ ഡ്രസ്സാണ് ആണെന്നുള്ളത് ഗൗതമിന് മനസ്സിലാവുകയാണ് കേട്ടോ. അപ്പോൾ ഗൗതം ഒന്നിങ്ങനെ ആക്കിയ രീതിയിൽ നിധിയെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഗൗതം നിധിയോട് പറയണേ, നീയല്ലേ പറഞ്ഞത് ഈ ഡ്രസ്സ് കാണാൻ എനിക്ക് നല്ല ഭംഗിയുണ്ടാവും എന്നുള്ളത്, അതുകൊണ്ട് ഈ ഡ്രസ്സ് തന്നെ എനിക്ക് സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഈ ഡ്രസ്സ് കാണാൻ ഒരു ഭംഗിയുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷെ അത് സാറിന് യോജിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് സാറിന് ഒരുപാട് കളറൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ആളല്ലേ, അതുകൊണ്ട് ഈ കോട്ട് സാറിന് ഒരിക്കലും ചേരില്ല, ഞാൻ വേറെ ഒന്ന് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും നിധി അങ്ങ് ഡ്രസ്സൊക്കെ നോക്കുകയാണ്. സാർ ഒരു ജെന്റിൽമാൻ തന്നെയാണ്, അതുകൊണ്ട് സാറിനെ കണ്ടാൽ ഒരു സിനിമ നടൻ്റെ പോലെയുണ്ട്, അതുകൊണ്ട് സാറിന് ഇതൊന്നും ചേരില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കുന്ന സ്റ്റാഫ് വേറൊരു ഡ്രസ്സ് അങ്ങ് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ആ കോട്ട് എടുത്തിട്ട് നേരെ ആദ്യം നോക്കുന്നത് അതിൻ്റെ വിലയായിരിക്കും കേട്ടോ നിധി. എന്നിട്ട് നിധി പറയണേ, ഇത് സാറിന് നന്നായിട്ട് തന്നെ ചേരും, ഇത് സാറിന് നല്ല ഭംഗിയുണ്ടാവും, ഈ ഡ്രസ്സ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ആ ഡ്രസ്സിനെ കുറിച്ച് നിധി അങ്ങ് പുകഴ്ത്താൻ കേട്ടോ. അപ്പോൾ നിധി ഇങ്ങനെ പറയുന്നത് കാണുമ്പോൾ എനിക്ക് ഗൗതമിന് മനസ്സിലാവാണ് അത് വില കുറവുള്ള ഡ്രസ്സാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിധി, നീ അത് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ അങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. എന്നിട്ട് അവിടെ സ്റ്റാഫ് പറയാണ്, അല്ല ഈ മാഡം ഇത് വില കുറവുള്ള ഒരു ഡ്രസ്സാണെന്ന് പറയും, അത് വിലയിലല്ല ഒരു കാര്യവുമില്ല, വിലയിലല്ല, ഇത് കാണാൻ ഭംഗിയാണ് വേണ്ടത്, ഇത് എങ്ങനെയിരിക്കും സാറിന് ഇട്ടാൽ എന്നുള്ള കാര്യമാണ് ഞാൻ ആദ്യം നോക്കുന്നത്, അതുകൊണ്ട് ഈ ഒരു കോട്ടും സൂട്ടും എൻ്റെ സാറിന് നന്നായിട്ട് തന്നെ ചേരും. പിന്നെ ഇവരെ പോലുള്ള നല്ല നല്ല വലിയ ആളുകൾ എത്ര
വില കുറവുള്ള ഡ്രസ്സ് ഇട്ടാലും അതിൽ കാണാൻ എങ്ങനെയുണ്ട് എന്ന് നോക്കുക. അത് ബ്രാൻഡഡ് ഷർട്ട് പോലെ തന്നെ ആളുകളൊക്കെ കാണും. പാവപ്പെട്ടവരൊക്കെ എത്ര വില കൂടിയ ഡ്രസ്സ് ഇട്ടാലും ആളുകൾക്കൊന്നും അത് കണ്ണി പിടിക്കില്ല. പക്ഷേ പണക്കാരൊക്കെ എത്ര വില കുറഞ്ഞുള്ള 100 രൂപയുടെ ഡ്രസ്സ് പോലും ഇട്ടാൽ അതൊരു ഭംഗിയുണ്ട്, അതിന് ഭയങ്കര ബ്രാൻഡഡ് ഷർട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പുകഴ്ത്തും. അത് ഈ ആളുകളുടെ ഒരു കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് നിധി വീണ്ടും അതിനെ അങ്ങ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഗൗതം പറയാണ്, നീ നന്നായിട്ട് കോമഡി ആയിട്ടാണല്ലോ സംസാരിക്കുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ അവിടെ നിൽക്കുന്ന സ്റ്റാഫ് പറയണ, മാഡം പറഞ്ഞത് ശരിയാണ്, ഇത് നന്നായിട്ട് തന്നെ ഈ സാറിന് ചേരും, നല്ല ഭംഗിയുണ്ടാവും ഈ സാറിന് ഈ ഡ്രസ്സ് എന്നൊക്കെ പറയും. നിധി ആ സ്റ്റാഫിനോട് പറയണേ, നീ പറഞ്ഞത് ശരിയാണ്, നീ എത്രയും പെട്ടെന്ന് ഒറ്റയ്ക്ക് ഒരു ഷോറൂം തുടങ്ങുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റാഫിനെ അങ്ങ് പുകഴ്ത്താണ് കേട്ടോ നിധി. അത് കേട്ടപ്പോൾ ഗൗതം അങ്ങ് പൊട്ടിച്ചിരിക്കാൻ കേട്ടോ. ഈ സ്റ്റാഫിനെയും ഈ നിധി കൈക്കലാക്കിയല്ലോ എന്നുള്ള ഭാവത്തിൽ. എന്നിട്ട് നിധി പറയണേ, സാർ എന്നാൽ ഈ ഒരു ഡ്രസ്സൊന്ന് ഇട്ട് നോക്കി എന്ന് പറയുമ്പോൾ, ഏയ് വേണ്ട, നീയല്ലേ ഇട്ടത്, നീയല്ലേ സെലക്ട് ചെയ്തത് നിധി, അതുകൊണ്ട് എന്തായാലും ഇത് ഭംഗിയുണ്ടാവും. അപ്പോൾ നിധി പറയാണ്, അല്ല റിസപ്ഷനൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ എടുത്തത് എന്നൊക്കെ പറഞ്ഞങ്ങ് ഗൗതമിനെ അങ്ങ് ചാക്കിലാക്കാൻ കേട്ടോ നിധി ഓരോ സംസാരിച്ചുകൊണ്ട്. അങ്ങനെ പാറു ഗൗതമിൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ കേട്ടോ. എന്നിട്ട് എവിടെ എത്തി മോനെ എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങളിപ്പോൾ ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, നിധിയുണ്ട് എൻ്റെ കൂടെ, നിധിയാണ് സെലക്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ ശേഷം ഫോൺ വെക്കാണ്. എന്നിട്ട് വായു സാറേ, ഇനി അടുത്ത ഡ്രസ്സ് എടുക്കാം, ഷർട്ടൊക്കെ എടുക്കേണ്ടതല്ലേ, ഒന്ന് വായോ എന്ന് പറയുമ്പോൾ, അതെ നിധി നീ പോയിട്ട് സെലക്ട് ചെയ്തോളൂ, എനിക്ക് അത്യാവശ്യമായിട്ട് വേറൊരു കാര്യം എടുക്കാനുണ്ടെന്ന് പറയട്ടോ. അതെന്താ ഞങ്ങളറിയാത്ത വേറൊരു ഡ്രസ്സ്, ഇപ്പോൾ സാറിന് എല്ലാം തന്നെ ഓസിക്ക് എടുത്തുകൊണ്ട് ഇരിക്കുകയല്ലേ, പിന്നെ എന്താ ഇനി മറച്ചു വെക്കാനുള്ളത്, എന്താന്ന് വെച്ചാൽ സാറ് പറഞ്ഞു, അത് ഞങ്ങൾ എടുത്തു തരാം, ഇത് പെൺവീട്ടുകാരുടെ അവകാശമാണെന്ന് പറയുമ്പോൾ, അതെ ഒന്ന് നീ അങ്ങോട്ട് പോ, എനിക്കൊരു ആവശ്യമുണ്ട്, എന്താ ഇത്ര നാണത്തിൽ പറയുന്നത്, എന്താന്ന് വെച്ചാൽ പറ, അത് എനിക്കൊരു ആവശ്യമുണ്ട്, അതിന് വേണ്ടി എടുക്കാൻ വേണ്ടി, അതെന്താന്ന് വെച്ചാൽ പറഞ്ഞൂടെ, എന്ത് ഡ്രസ്സാണെങ്കിലും ഞങ്ങൾ പെൺവീട്ടുകാരാണ് എടുത്തു തരിക, എന്താന്ന് വെച്ചാൽ സാറ് കാര്യം പറ, അത് എനിക്ക് ബനിയനും ഷെഡിയൊക്കെ വേണം. ആണോ, അത് ശരി, ബനിയനും ഷെഡിക്കാണ്, ഒന്ന് പതിയെ പറ നിധി, അതെന്തത്ര നാണിക്കാനുള്ളത്, ഇത് എല്ലാ ആളുകളും ഇടുന്നതല്ലേ, അതിനെത്ര നാണിക്കാനുണ്ട്, സാറിന് എത്ര ഷെഡിയും ബനിയനും വേണമെങ്കിലും അതെല്ലാം എടുത്തോളൂ, ഞാൻ അതിനൊന്നും പൈസയൊന്നും നോക്കില്ല എന്ന് പറയട്ടോ. അങ്ങനെ നിധി അങ്ങനെ ഉറക്കെ സംസാരിക്കുമ്പോൾ ഗൗതമിനങ്ങ് നാണം വരികയാണ് കേട്ടോ. എന്നിട്ട് ഗൗതം പറയും, ഒന്ന് പതിയെ പറ നിധി, എൻ്റെ ദൈവമേ എന്നൊക്കെ അങ്ങ് പറഞ്ഞിട്ട് നിധിയെയും കൂട്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് ഗൗതം. എന്നിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഡ്രസ്സും ഷർട്ടും ബനിയനും എല്ലാം തന്നെ എടുത്തുകൊണ്ട് തന്നെ ബില്ലടിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. അങ്ങനെ ബില്ലടിച്ചിട്ട് പൈസ കൊടുക്കുന്ന ആ സമയത്ത് നിധി അവിടുത്തെ കൗണ്ടറിലിരിക്കുന്ന സ്റ്റാഫിനോട് ചോദിക്കുകയാണ്, ഇവിടെ മാർക്കർ ഉണ്ടോ എന്ന് ചോദിക്കാനുണ്ട്. ആ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ മാർക്കർ വാങ്ങിയിട്ട് അതിൽ 17,000 രൂപ എന്ന് കോട്ടിൻ്റെ മുകളിൽ എഴുതിയത് നേരെ 77,000 രൂപയാക്കി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഗൗതം തന്നെ ആകെ അന്തം വിട്ട് നോക്കുകയാണ്, ഇതെന്താ 17 എന്നുള്ളത് 77 ആക്കിയത് എന്നുള്ളതിൽ. അങ്ങനെ ഗൗതമിനോട് നിധി പറയണം, അതെ ഇതിപ്പോൾ 77,000 ആണ് എന്ന് കാണുമ്പോൾ നിങ്ങളുടെ വസുന്ധരാമയ്ക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വസുന്ധരാമ 17,000 രൂപയുടെ തുണി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുഖത്തേക്ക് എറിയും. അപ്പോൾ ഇത് 77,000 ആണെന്ന് കണ്ടാലേ നിങ്ങളുടെ വസുന്ധരാമയ്ക്ക് ഇതിന് നല്ല ഭംഗിയും ഉണ്ടാവും, ബ്രാൻഡഡ് ഷർട്ടാണെന്നും പറയും, അതിന് വേണ്ടിയുള്ള ഐഡിയയാണ്, നിങ്ങളുടെ വസുന്ധരാമയുടെ എല്ലാ സ്വഭാവവും ഞാൻ പഠിച്ചു വെച്ചിരിക്കുക തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഗൗതമിനോട് നിധി പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ ഗൗതം തന്നെ നിധിയുടെ സംസാരം കേട്ട് ആകെ അങ്ങ് അത്ഭുതപ്പെട്ടുകൊണ്ട് നോക്കാൻ കേട്ടോ. എന്നിട്ട് പിന്നെ അവിടെ ഡ്രസ്സൊക്കെ ബില്ലടിച്ച ശേഷം പിന്നീട് അവരവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവാണ്.